ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുടിവെള്ളം പിടിച്ചു കേട്ടോ. കുടിവെള്ളം നമ്മൾ സെപ്പറേറ്റ് പിടിക്കാറാട്ടോ പതിവ്. പിന്നെ എന്നത്തെയും പോലെ ചോറിന് തീ പിടിപ്പിച്ചു കേട്ടാ. കുടിവെള്ളം പിടിച്ചു വന്നപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അരി ഇട്ടിട്ട് ബാക്കി പണിക്ക് നിൽക്കാന്ന് കരുതി. അരി ഞാൻ പൊതുവേ ചൂടുവെള്ളത്തിലാട്ടോ കഴുകാറുള്ളത്. ചൂടുവെള്ളത്തിലും നന്നായിട്ട് കഴുകും, പിന്നെ പച്ചവെള്ളത്തിലും കഴുകും കേട്ടോ. അപ്പോൾ ഒരു സമാധാനമാണ് അത്ര തന്നെ. പിന്നെ നേരെ പോയി തേങ്ങ ചിരക്കിയിട്ടാ. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പിന്നെ വേഗം പുട്ടിനുള്ള വെള്ളം വെച്ചു. ശേഷം പൊടി കുഴക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ആ ചോറ് അരച്ച് ചേർത്തിട്ടാട്ടോ ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അതായത് പുട്ട് കുഴക്കാൻ വേണ്ടി ചോറ് അരയ്ക്കുന്നു. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പുട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ പൊതുവേ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകിലോ നമ്മുടെ പുട്ട് ഇതുപോലെ ചോറ് അരച്ചിട്ട് പുട്ട് ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്ന് മാവ് ഇട്ടിട്ട് നമ്മൾ ഇഡ്ലിക്കോ ദോശയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യും കേട്ടോ. പിന്നെ നേരെ ഞാൻ ഉപ്പേരിക്കുള്ള പരിപാടി തുടങ്ങിയിട്ട്. അപ്പം ഇന്ന് അമരക്കയാണ് അജുമോന് കൊടുത്തയക്കുന്നത്. ഈ സാധനം ഞാൻ വല്ലാണ്ട് അവന് കൊടുത്തയക്കാറില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിത് വേണ്ടാന്ന്. പക്ഷേ എല്ലാ വെജിറ്റബിൾസും മക്കൾ കഴിച്ച് ശീലിക്കണമല്ലോ. പിന്നെ വീട്ടിൽ നിന്നാണ് അവനക്ക് കുറച്ച് കിട കൂടുക. സ്കൂളിൽ നിന്നാകുമ്പോൾ മാം പറഞ്ഞാലൊക്കെ ആൾ കേൾക്കും. അതുകൊണ്ട് കഴിക്കുമെന്ന് പറഞ്ഞാൽ കഴിക്കുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ചോറായ അടുപ്പത്ത് തന്നെ ഞാൻ ഉപ്പേരിക്കും അങ്ങ് വെച്ചു കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ മൂടി വെച്ചു. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളമൊക്കെ ഒഴിച്ച ഉപ്പേരിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. അതായത് ഉപ്പേരി ആയിട്ടുമില്ല, എന്നാലും നന്നായിട്ട് അടി പിടിക്കുന്നുണ്ട് കണ്ടാൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിച്ചെടുക്കും. പിന്നെ നേരെ ഞാൻ നമ്മുടെ പപ്പായ പച്ചടീൻ്റെ പണിക്ക് വേണ്ടി നിന്നു കേട്ടോ. പപ്പായ പച്ചടിയൊക്കെ നല്ല ടേസ്റ്റാണ്. വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അങ്ങനെ അതേ പപ്പായക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് ഞാൻ അവിടെ വേവിക്കാൻ വെച്ചു. പിന്നെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിട്ടോ. അരപ്പ് തയ്യാറാക്കി വന്നപ്പോഴേക്കും നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്തിരുന്നു കേട്ടോ. അരപ്പ് നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നേരെ ഞാനിത് വറവിടാൻ വേണ്ടി വെച്ചു. വറവിടുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, വേപ്പില ഇതൊക്കെ ഇട്ടിട്ടാട്ടോ വറവിടുക. അങ്ങനെ വറവിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പച്ചടികൾ എൻ്റെ ഒരു അറിവിൽ എത്രയാണ്, പൈനാപ്പിൾ ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പപ്പായ ഉണ്ട്, അതുപോലെ വെള്ളരിക്ക. ഈ 4 സാധനം കൊണ്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം. ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മോനക്കൊക്കെ സ്കൂൾ കിടക്ക് ഞാനിത് കൊടുത്തയക്കാറുണ്ട്. ഭയങ്കര സിമ്പിളാണ്. ഇതിന് നല്ല ടേസ്റ്റിയാണ്. മക്കൾക്കും ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഇതേ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ മോനോസിൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് അവനെ മാറ്റിച്ച് വിടുന്നത് ഞാനല്ല, ഏട്ടനാണ്. ഇന്ന് അവൻ്റെ ലൈഫിൽ ആദ്യത്തെ സ്പോർട്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ കുറേ മുൻപ് എടുത്ത് വെച്ചതാണ്. ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടിയത്. ഏട്ടൻ നാട്ടിലുള്ള സമയമായതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ കാര്യങ്ങളിലൊന്നും വല്ലാണ്ട് ഇടപെടേണ്ടി വരാറില്ല കേട്ടോ. ഇപ്പോൾ രാവിലെ അവനെ എണീപ്പിക്കൽ, അവൻ്റേതായ ഒരുവിധം കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. മറ്റേത് അവനെ വിളിക്കണം, കുളിപ്പിക്കണം, പിടിക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ടാവില്ല. ഇത് അതൊന്നും വേണ്ട, നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഇതേ പോകാൻ നേരത്ത് ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ മോനെ എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര കേടാട്ടോ. പിന്നെ അവൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ ഓടിപ്പോയി നിന്ന് സൂപ്പറായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. അതല്ലെങ്കിലും അവരങ്ങനെ തന്നെയാണല്ലോ വരിക. മോനൂസ് പോയതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് അമ്മയുടെ വീട്ടിലും വലിയച്ഛൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ട്. അപ്പോൾ വലിയച്ഛൻ്റെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചീരൊക്കെ പൊട്ടിക്കുക കേട്ടോ. വലിയച്ഛൻ അപ്പോഴേക്കും കുമ്പളും മാങ്ങൊക്കെ വലിയച്ഛൻ പൊട്ടിച്ച് കവറിലൊക്കെ ആക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. പിന്നെ കുറച്ച് അടുക്കള പണിയും കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് ചെയ്ത്. അപ്പോൾ അൻവീനെ കുറച്ച് നേരം ഞാൻ കൊഞ്ചിക്കണ കാഴ്ചട്ടെ കാണുന്നത്. കാരണം ആൾ നല്ല കരച്ചിലായിരുന്നു കുറച്ച് സമയത്ത്. അപ്പോൾ ഒന്ന് കരച്ചിൽ മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടോ. ഈ കരഞ്ഞുകൊണ്ട് വരുന്നത് ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് സ്പോർട്സിൽ. അപ്പോൾ ഫോൺ വേണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കട്ടാ വീഡിയോ എടുക്കട്ടാ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പിന്നെയും ഭയങ്കര കേടാന്നൊന്നും തന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞൊരു വിധം ഞാൻ നിർത്തിയിട്ടുണ്ട് അവനെ. അതിൻ്റെ എക്സ്പ്രഷൻ ആട്ടോ ഈ ഫേസിൽ കാണുന്നത്. വൈകുന്നേരം ആയപ്പോൾ അമ്മയും ഏട്ടനും മോനും കൂടെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുന്ന ടാറ്റാ.